Good morning, dear students. Today we are going to start our video with taxonomy. This is the topic taxonomy. അപ്പം ടാക്സോണമിയിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ സുവോളജി എന്ന് പറയുന്ന ആ ഒരു ടേം എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? പതിവ് കണക്ക് ഇവിടെ ഗ്രീക്കിലെ രണ്ട് വേർഡ്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇനി ഏതൊക്കെയാണ് ആ വേർഡ്സ്? ഗ്രീക്കിലെ വേർഡ്സ് സൂൺ ആൻഡ് ലോഗോസ്. അതിൽ സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അനിമൽ, ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി. അപ്പോൾ സ്റ്റഡി ഓഫ് അനിമൽസ്, അതാണ് സുവോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പോർഷൻസിലോട്ട് പോവാം. ടാക്സോണമി. ഈ ടാക്സോണമി പഠിക്കുന്നതിന് മുൻപ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോകണം. എന്നാലേ ടാക്സോണമി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ബേസിക് ആയിട്ട് അതിൻ്റെ ബേസിക് എന്താണെന്ന് മനസ്സിലാകാത്ത ഒരാൾക്ക്. ഓക്കെ, സിസ്റ്റമാറ്റിക്സ്. എന്താ സിസ്റ്റമാറ്റിക്സ്? എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം കേട്ടോ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ എന്താ ഈ സിസ്റ്റമാറ്റിക്സ്? നോക്കിയേ, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് പ്രോപ്പർലി ഐഡന്റിഫൈഡ് ആൻഡ് നെയിംഡ് ഓർഗാനിസം. എന്തോ സംഭവം വല്ലതും പിടികിട്ടിയാ? നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ സാധാരണ പതിവുള്ള കാഴ്ചയാണ്, സാധനങ്ങളെല്ലാം ബുക്സ് ഒരിടത്ത് ഇങ്ങനെ ചിതറി ഇട്ടായിരിക്കും, ഡ്രസ്സ് ഒരിടത്ത്, പെന്നൊരിടത്ത്, ബുക്ക് ഒരിടത്ത്, പിന്നെ ടിഫിൻ ബോക്സ് ഒരിടത്ത്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം അമ്മ വന്നിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് പറയുന്നു നിങ്ങളടുത്ത് പെട്ടെന്ന് പോയി ബുക്ക് വയ്ക്കുന്നിടത്ത് ബുക്ക് വെച്ചോണം, പേന വയ്ക്കുന്നിടത്ത് പേന, എല്ലാം വേഗം അടുക്കി പറക്കി വെച്ചേ എന്ന് പറയും. അപ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് ഭയങ്കര സ്പീഡിൽ പോയിട്ട് പെന്നുകളെല്ലാം എടുത്തിട്ട് പെൻ വെക്കേണ്ടയിടത്ത് വെക്കും, ഡ്രസ്സ് എടുത്തിട്ടെല്ലാം അലമാരിയിൽ വെക്കും, ബുക്സ് ഒക്കെ അടുക്കിയിട്ട് ഷെൽഫിൽ വെക്കും അല്ലേ? ഒരു അറേഞ്ച്മെന്റ്. അങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്തോ വേണം? പെൻ എന്താന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് അല്ലേ? പെൻ എന്താണെന്നുള്ളത്. നീണ്ട ഒരു സാധനം, ഒരു ക്യാപ്പുണ്ട്, ഒരു നിബുണ്ട്, പിന്നെ ബുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ്, കാര്യങ്ങൾ അല്ലേ? അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്നത്. അപ്പൊ അത് സിസ്റ്റമാറ്റിക്സ് ആയില്ലേ? സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ആയില്ലേ? ആ സാധനം തന്നെയാണ് ഒരു പുതിയൊരു ജീവിയെ കണ്ടുപിടിക്കും. ചില സ്വഭാവങ്ങളും കാര്യങ്ങളും വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് എവിടെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ഏതിനകത്ത് വരും? ഇത് വളരെ സിമ്പിളായിട്ട് പറയുന്നത്, പ്ലാന്റ് ആയിട്ട് വരുമോ, അനിമലായിട്ട് വരുമോ? പ്ലാന്റ് ആണെങ്കിൽ തന്നെ അതിനകത്ത് തന്നെ കുറേ ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരും. അതിൽ ഏത് കാറ്റഗറിയിൽ വരും? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ പിടികിട്ടിയോ? അതാണ് സിസ്റ്റമാറ്റിക്സ്. സോ സിസ്റ്റമാറ്റിക്സ് ഇസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ്, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, പ്രോപ്പർലി ഐഡന്റിഫൈഡ് ആൻഡ് നെയിംഡ് ഓർഗാനിസംസ്. കണ്ടോ, നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത, അതിനൊരു നെയിം ചെയ്ത ഓർഗാനിസം ഉണ്ട്, അതിനെ അറേഞ്ച് ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട്. ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്? അതും ഒരു നമ്മുടെ ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡ് തന്നെയാണ്. എന്താ ഗ്രീക്ക് വേർഡ്? സിസ്റ്റമ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ആ വാക്ക് ഉണ്ടായത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് വരുവാണ് ഐഡന്റിഫിക്കേഷൻ. വളരെ എളുപ്പമാണ്. ഐഡന്റിഫൈ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു സാധനം, നിങ്ങൾക്ക് ഒത്തിരി അറിയാവുന്ന ഏതൊരു ഒരു വസ്തുവിനെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർക്കുകയാണ്. അത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ അപ്പിയറൻസ്, അത് എന്തിനു ഉപയോഗിക്കുന്നതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ പോയി ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു പുതിയൊരു ജീവിയെ കാണുമ്പോൾ അത് പുതിയതാണ്, നേരത്തെ ഉള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറേ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഏതിനകത്ത്, ഇതൊരു പ്ലാന്റ് ആണോ, അല്ലെങ്കിൽ അനിമൽ ആണെങ്കിൽ തന്നെ അതിനകത്ത് കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അതിനകത്ത് ഏതിൽ വരും എന്നെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതാണ് ഐഡന്റിഫിക്കേഷൻ. നോക്കിയേ, ഡിറ്റർമിനേഷൻ ഓഫ് കറക്റ്റ് പൊസിഷൻ ഇൻ ദ പ്ലാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ. കണ്ടോ, പ്ലാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ കുറേ ലെവൽസ് ഉണ്ട് അല്ലേ? ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അപ്പം അതിൽ എവിടെ വരും
എവിടെ വരും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്പീഷീസ്. അത് ആ സ്പീഷീസിനെ മനസ്സിലായെങ്കിലല്ലേ പറ്റുള്ളൂ. സോ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പം ആ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുന്നു, അതേ സമയത്ത് തന്നെ നമ്മൾ അതിനെ ആ സ്പീഷീസിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നു. ഇത് രണ്ടും കൂടെ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കറക്റ്റ് പൊസിഷനിങ്, ഇതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ടാക്സോണമി, ആ നമ്മുടെ മെയിൻ ഹെഡിങ് ടാക്സോണമി. ഇനി നമുക്ക് പറയാം, കണ്ടോ, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസം. അപ്പോൾ ആദ്യം തിയറി, ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു പിന്നെ ഓർഗാനിസം, ഒരു എറുമ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എറുമ്പിനെ കിട്ടുകയാണ്, അതിനെ എങ്ങനെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്ന കുറേ ഒരു തിയറി ഉണ്ടല്ലോ, ആ തിയറി പാർട്ട്. ആ തിയറി പാർട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അത് ഒരു ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പം അത് രണ്ടിനും കൂടെ ഉള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടാക്സോണമി, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസം. അപ്പം ആ ടാക്സോണമി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തതാരാ? ഈ പേരൊന്ന് ഓർത്തോണേ, ഡി കൻഡോലെ എന്നാണ് 1813. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായി, ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി, ടാക്സോണമി എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. അടുത്തത് ഫൈലോജനി. ഫൈലോജനി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കത്തില്ലേ, മോളെ നീ ഇത് അപ്പുറത്തെ വീട്ടിലെ ഗംഗാധരൻ എന്തോട് മാഷിന്റെ കൊച്ചുമോടെ പിന്നെ മോടെ കൊച്ചല്ലേ, അങ്ങനെയൊക്കെ പറയത്തില്ലേ? ആൻസിസ്ട്രൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഓർഗാനിസത്തിനെ കിട്ടുമ്പോൾ അത് ഏതിൽ നിന്ന് വന്നു, അല്ലേ? ഈ ഓർഗാനിസമിന് അടുത്ത ഏതിൽ നിന്ന് വന്നു, ഇങ്ങനെ ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററി അത് മനസ്സിലാക്കുന്നതിനെയാണ് ഫൈലോജനി എന്ന് പറയുന്നത്. ഫൈലോജെനറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ ആൻസിസ്ട്രൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, അതാണ് ഫൈലോജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടേംസ് പഠിച്ചു? സിസ്റ്റമാറ്റിക്സ് എന്താന്ന് പഠിച്ചു, ഐഡന്റിഫിക്കേഷൻ എന്താന്ന് പഠിച്ചു, ടാക്സോണമി, ഫൈലോജനി, വാട്ട് ഈസ് ഫൈലോജനി എന്നൊക്കെ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചോണേ. ഇനി സ്റ്റേജസ് ഓഫ് ടാക്സോണമി, ഇത് ഭയങ്കര രസമാണ്. സ്റ്റേജസ് ഓഫ് ടാക്സോണമി. ടാക്സോണമി എന്താ നമുക്കറിയാം, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഐഡന്റിഫൈ ഓർ ക്ലാസിഫൈങ് ഓർഗാനിസം. അപ്പം അതിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പല സ്റ്റേജസ് ഇല്ലായിരുന്നു, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, അതേപോലെ ഇവിടെയുണ്ട് കുറച്ച് സ്റ്റേജസ്. ആൽഫ ടാക്സോണമി, ബീറ്റ ടാക്സോണമി, ഗാമ ടാക്സോണമി. ഇതെന്തുവാ? ആദ്യം ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ആൽഫ ടാക്സോണമി, സ്പീഷീസ് ആർ ക്യാരക്ടറൈസ്ഡ് ആൻഡ് നെയിംഡ്. Beta, what is beta taxonomy? It is an arrangement of species into a natural system of lower and higher categories. Gamma taxonomy, analysis of interspecific variations and evolutionary relationship between different species. എന്തെങ്കിലും മനസ്സിലായോ? അപ്പം നമുക്കതിനെ നമ്മുടേതായ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഏതാണ്ട് ഒരു ദിവസം അമ്മ രാവിലെ വിളിച്ചിട്ട്, മോനെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പിന്നെ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു വിട്ടു. അപ്പം നിങ്ങൾ കടയിൽ വരും. അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്താണെന്നറിയാം, വെജിറ്റബിൾസ് എന്താണെന്നറിയാം. അപ്പോൾ കടയിൽ പോയിട്ട് നിങ്ങൾ സപ്പോസ് കുറച്ച് ആപ്പിൾ എടുത്ത് നയിക്കുക. അപ്പോൾ ആപ്പിളിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലുള്ളതുകൊണ്ട് അത് ആപ്പിളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്തു. ആ സ്റ്റേജാണ് ആൽഫ ടാക്സോണമി. സ്പീഷീസ് ആർ ക്യാരക്ടറൈസ്ഡ് ആൻഡ് നെയിംഡ്. എടുത്തു, അത് ആപ്പിൾ ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ. ഇനി ബീറ്റ ടാക്സോണമി. ബീറ്റ ടാക്സോണമി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫ്രൂട്ട്സ് വാങ്ങി ഇട്ടുകൊണ്ട് വരാൻ ഒരു കവർ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസിന് ഒരു പ്രത്യേക കവർ ഉണ്ടായിരുന്നു. അപ്പം ആപ്പിളാണ്, അത് ഫ്രൂട്ടാണെന്ന് മനസ്സിലായപ്പോൾ അത് ഇടേണ്ട കവറിൽ, ഫ്രൂട്ട്സ് ഇടേണ്ട കവറിൽ നിങ്ങൾ ഇടും. അതാണ് ബീറ്റ ടാക്സോണമി. അറേഞ്ച്മെന്റ് ഓഫ് സ്പീഷീസ് ഇൻ ടു എ നാച്ചുറൽ സിസ്റ്റം ഓഫ് ലോവർ ആൻഡ് ഹയർ കാറ്റഗറി. അപ്പോൾ അത് ലോവർ കാറ്റഗറി വരുമോ ഹയർ കാറ്റഗറിയിൽ വരുമോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഇടേണ്ടടുത്ത് ഇടുന്നു, പ്ലേസ് ചെയ്യേണ്ടടുത്ത് പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബീറ്റ ടാക്സോണമി. ഇനി ഗാമ ടാക്സോണമി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡെപ്തിൽ മനസ്സിലാക്കുക. ആ ഡെപ്തിൽ നോക്കുമ്പം ആപ്പിള് നിങ്ങൾ വാങ്ങാൻ നോക്കിയപ്പോൾ അവിടെ ഗ്രീൻ ആപ്പിളുണ്ട്, സാധാ ആപ്പിളുണ്ട്. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസം, കളറിൽ വ്യത്യാസം ഇല്ലേ? അപ്പം നമ്മൾ വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രാ സ്പെസിഫിക് ഒരേ സ്പീഷീസിൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലോണം അറിയാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിലുള്ള, ആപ്പിളും അതേപോലൊക്കെ ഒരു പിന്നെന്താ ക്യാരറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം
അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കുക. ഒരേ സ്പീഷീസിൻ്റെ ഉള്ളിലുള്ളതും ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള ഇവല്യൂഷണറി അതെങ്ങനെ ഇവോൾവ് ചെയ്ത് എങ്ങനെ വന്നു, അങ്ങനെ ഡീപ്പായിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നതാണ് ഗാമ ടാക്സോണമി. അപ്പോൾ ക്ലിയർ ആയോ? ആൽഫ ടാക്സോണമി, ബീറ്റ ടാക്സോണമി, ഗാമ ടാക്സോണമി. അപ്പം എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് ടാക്സോണമി. അപ്പം സിമ്പിളായിട്ട് എഴുതുമ്പോൾ എൻ്റെ ഡെഫിനിഷൻ പറയുക, പിന്നെ ഈ 3 സ്റ്റേജസും എന്താണ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഹെഡിലോട്ട് വരാം. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ഹിസ്റ്ററി പഠിക്കാൻ പോവാണ്. ആരാണ് ആദ്യമായിട്ട് ക്ലാസിഫൈ ഒക്കെ ചെയ്ത് തുടങ്ങിയത്, അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മോഡേൺ ടൈപ്പുള്ള ഏറ്റവും അഡ്വാൻസ് ഫോം ഓഫ് ക്ലാസിഫിക്കേഷനൊക്കെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ആ പേരങ്ങോട്ട് ഓർത്ത് വരയിട്ടങ്ങോട്ട് വെച്ചോളൂ, അരിസ്റ്റോട്ടിൽ. ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? പലയിടത്തും പല ക്വസ്റ്റ്യൻസ് പലയിടത്തും നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ എഴുതി മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് അരിസ്റ്റോട്ടിൽ. അപ്പം എങ്ങനെയാണ് ഈ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓർഗാനിസംസിനെ, ലിവിങ് ഫോംസിനെ? ആനിമൽസ് ഒരേ ക്യാരക്ടേഴ്സ് ഉള്ളതിനെ പുള്ളിക്കാരൻ ഒരേ ജനറയിലേക്കും പിന്നീട് സ്പീഷീസായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. മെയിനായിട്ട് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്? ബ്ലഡ് ഉള്ളത്, ബ്ലഡ് ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഏതാണ്ട് എന്തിനു പോണക്ക് സിമിലർ ആണ്? വെർട്ടിബ്രേറ്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ്, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ആ ബ്ലഡഡ് അനിമൽസിന്റെ 5 ജനറ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത 5 ജനറ ഏതൊക്കെയാ? വിവിപാരസ്, ക്വാഡ്രിപ്പേർഡ്സ് എന്ന് പറയുമ്പോൾ മാമൽസ് ആണ് മെയിൻ, അത് വരുന്ന ഒരെണ്ണം. ബേർഡ്സ് വരുന്നത്. ഇനി ഓവിപാരസ് എന്ന് പറയുമ്പം എഗ് ലേയിങ്, മുട്ടയിടുന്നത്, ക്വാഡ്രിപ്പേർഡ്സ്. ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് അതൊക്കെ വരും. റെപ്റ്റൈൽസും വരും, ആംഫീബിയൻസും വരും. പിന്നെ അടുത്തൊരു ജനറയാണ് ഫിഷസ്. ഇതെല്ലാം ഓരോരോ ഗ്രൂപ്പ്, മനസ്സിലായോ? പിന്നെ വെയിൽസ്. ആ സമയത്ത് മനസ്സിലായില്ല ഈ വെയിൽസ് എന്ന് പറഞ്ഞാൽ മാമൽസിന്റെ കൂട്ടത്തിൽ പെടുന്നതാന്ന് അന്ന് പിടികിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഇതായിരുന്നു ഒരു ലെവല് ബ്ലഡഡ് അനിമൽസ്. ഇനി ബ്ലഡ്ലെസ് അനിമൽസ് ഏതൊക്കെയാണ്? സിഫാലോപോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മൊളസ്കയിൽ ഒരു ക്ലാസ് ആണ് ഒക്ടോപ്പസ് ഒക്കെ വരുന്നത്, അതൊന്ന്. പിന്നെ ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്നത് ആർത്രോപോഡ്സിനകത്ത് വരുന്ന അക്വാട്ടിക് ആർത്രോപോഡ്സിന്റെ ഒരു ക്ലാസ് ആണ്. പിന്നെ ഇൻസെക്ട്സ്, ഷെൽഡ് ആയിട്ടുള്ള അനിമൽസ് വരുന്നത്, മൊളസ്ക്, ഈ കക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത്. എക്കൈനോഡേംസ്, സ്റ്റാർ ഫിഷസ് ഒക്കെ വരും. പിന്നെ സൂഫൈറ്റ്സ് ആണ് ലാസ്റ്റ് ഒരു കാറ്റഗറി ബ്ലഡ്ലെസ് അനിമൽസിൻ്റെ. പ്ലാന്റ് അനിമൽസ്, പിന്നെ കോറൽസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പ്. കോറൽസ് എന്താണെന്ന് നിങ്ങൾക്ക് പതിയെ നിങ്ങൾ പഠിക്കും, കേട്ടിട്ടുണ്ടല്ലോ കോറൽസ് എന്താണെന്നല്ലേ? ഓക്കെ, കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽസ്യം കാർബണേറ്റ് സെക്രീഷൻ ആണ് നമ്മുടെ നിഡേറിയൻസ് എന്ന് പറയും. ആ ഫൈലം സെക്രീറ്റ് ചെയ്യുന്ന ഒരു കാൽസ്യം കാർബണേറ്റ് സെക്രീഷനാണ്. അത് നമ്മൾ ഒരുപാട് യൂസൊക്കെ ഉണ്ട് സിമെൻ്റ് ഉണ്ടാക്കാനുമൊക്കെ, അതൊക്കെ പിന്നെ പഠിക്കും. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പിന്നെ കാറ്റഗറീസ്, 2 ജനറ അക്കോർഡിംഗ് ടു ഹു? അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. മനസ്സിലായല്ലോ അല്ലേ? വലിയ കാര്യമൊന്നുമില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത് സ്കെയില നാച്ചുറേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. എന്താ ഈ സ്കെയില നാച്ചുറേ? അത്രയേ ഉള്ളൂ. ഒരു സ്കെയിൽ ഒരു കൺസിഡർ ചെയ്തു. അപ്പം അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ആ സിംപ്ലിസിറ്റി അത് കൂടി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പം ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കുന്നത്. അപ്പം എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം ഓൺ എ സ്കെയിൽ ഓഫ് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി. ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അതിനെയാണ് ആ ഒരു എന്താണ് മെത്തേഡിനെ പറയുന്നതാണ് സ്കെയില നാച്ചുറേ എന്ന് പറയുന്നത്. പിന്നെ അത് അരിസ്റ്റോട്ടലിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ ഇച്ചിരൂടെ അഡ്വാൻസ് ആയിട്ട് അനാട്ടമിയെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. 16th സെഞ്ച്വറി ആൻഡ് ദ ബിഗിനിങ് ഓഫ് 17th സെഞ്ച്വറിയിലായിരുന്നു. ആദ്യത്തെ അനാട്ടമിസ്റ്റ് ആരൊക്കെയാണ്?
കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഫെബ്രിക്കസ്, ദെൻ പീറ്റർസ് സെവേറിനസ്, വില്യം ഹാർവേ. അവരൊക്കെയായിരുന്നു ആദ്യത്തെ മെഡിക്കൽ അനാട്ടമിസ്റ്റ്. അനാട്ടമിയെക്കുറിച്ച്, വാട്ട്സ് അനാട്ടമി എന്തുവാ? ഇന്റേണൽ ബോഡി പാർട്സിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്നതാണ് അനാട്ടമിസ്റ്റ്. പിന്നെ എൻഡമോളജിസ്റ്റുകൾ, മൈക്രോസ്കോപ്പിസ്റ്റ് ഒക്കെ വന്നു. എൻഡമോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസെക്ട്സിനെ സ്റ്റഡി ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ ഓർഗാനിസത്തിനെ പഠിക്കുന്നവരാണ് മൈക്രോസ്കോപ്പിസ്റ്റ്. അപ്പം ആരൊക്കെയായിരുന്നു? മാർസെലോ മാൽഫിജി, ജാൻ സമർഡാം, ഇവരൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ജോൺ ഡ്രേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എഴുതിയൊരു നല്ല ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഹിസ്റ്റോറിയ പ്ലാന്റോറം. അതിൽ എന്താണ്? ഇറ്റ്സ് എ ബുക്ക് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഉള്ള ഒരു ബുക്കാണ്. ഹൂ റോട്ട്? ജോൺ റേ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പേരും. അതും ഒന്ന് ഓർത്ത് വെച്ചോണേ. ഹിസ്റ്റോറിയ പ്ലാന്റോറം റിട്ടൺ ബൈ ജോൺ റേ. ഇനി അരിസ്റ്റോട്ടലിന്റെ കാര്യം അങ്ങോട്ട് കഴിഞ്ഞു. അരിസ്റ്റോട്ടൽസ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നും പറഞ്ഞുകൊണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു വെച്ചോളുക. ഇനി ലിനേൻ ടാക്സോണമി, അടുത്ത ടാക്സോണമിസ്റ്റ്. ഇദ്ദേഹം ഒരു നല്ല ഒതന്റിക് ആയിട്ടുള്ള ബുക്ക് എഴുതി. ഈ ബുക്കും ഇസ് ഓൾസോ വെരി ഫേമസ്, സിസ്റ്റമ നാച്ചുറേ. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ വന്നത് 1735 ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ. അപ്പം മോഡേൺ, ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കണ്ട. മോഡേൺ ക്ലാസിഫിക്കേഷൻ, ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിലാണ്. മോഡേൺ ക്ലാസിഫിക്കേഷൻ ആരാ? കാർലസ് ലിനേയസ് ആണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? അദ്ദേഹം പറഞ്ഞത് ഏതൊരു സ്പീഷീസ് എടുക്കുകയാണെങ്കിലും അതിനൊരു ലാറ്റിൻ നെയിം ഉണ്ടായിരിക്കും, ബൈനോമിൻ ഉണ്ടായിരിക്കും. ബൈനോമിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ എന്ന് പറയുമ്പോൾ 2 പേര് ചേർന്ന ഒരു പേരായിരിക്കും എല്ലാ സ്പീഷീസിനും ഉണ്ടാവുക. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാഫ് ആ പേരിനകത്ത് ഫസ്റ്റ് ഹാഫ് സൂചിപ്പിക്കുന്നത് ജീനസ്, ഏത് ജീനസിൽ പെട്ടയാണെന്നുള്ളത്. ആ പേരിലെ സെക്കൻഡ് ഹാഫ് അത് സൂചിപ്പിക്കുന്നത് അത് ഏത് സ്പീഷീസ്. ഉദാഹരണത്തിന് നമ്മുടെ കാര്യം തന്നെ എടുക്കാം, ഹോമോ സാപ്പിയൻസ്. നമ്മളുടെ സയന്റിഫിക് നെയിംസ് അല്ലേ ഹോമോ സാപ്പിയൻസ്. ഇതിനകത്ത് ഹോമോ എന്ന് പറയുന്നത് ഏത് ജീനസിന്റെ പേരാണ്. സാപ്പിയൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഷീസ്, ഹോമോ സാപ്പിയൻസ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ്. എല്ലാ സ്പീഷീസിനും ഒരു ലാറ്റിൻ ബൈനോമിയൽ നെയിം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇനി ഈ സ്പീഷീസിന്റെ ഇടയ്ക്ക്, ഇപ്പം ഹ്യൂമൻ ബീങ്ങിന്റെ ഇടയ്ക്ക് തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരേ സെയിം സ്പീഷീസിന്റെ ഇടയ്ക്ക് തന്നെ ഡിഫറൻസ് ഉണ്ടാകുമ്പം അതിന് സബ് സ്പീഷീസ് വരത്തില്ലേ? അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ ഉള്ള ഒരു നോമൻക്ലേച്ചറാണ് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ. 3 നെയിംസ് ഉണ്ടായിരിക്കും അവിടെ. മനസ്സിലായോ? അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഉണ്ടോ? 3 വേർഡ്സ് ഫോർ എ നെയിം, അതാണ് ട്രൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ലാമാർക്കാണ് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. 3 വേർഡ്സ് ഉണ്ടായിരിക്കും. ജീനസ് നെയിം, സ്പീഷീസ് നെയിം ഉണ്ടായിരിക്കും, പിന്നെ സബ് സ്പീഷീസ് ഉണ്ട്. സ്പീഷീസിനുള്ളിൽ സബ് സ്പീഷീസ് നെയിം കൂടെ വരും. അപ്പോൾ ദാറ്റ് ഈസ് ട്രൈനോമിയൽ സിസ്റ്റം ഓഫ് നെയിമിങ്. ഇനി ലിനേൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അണ്ടർ സക്സസീവ് സെറ്റ്സ് ഓഫ് ഗ്രൂപ്പ്സ് കോൾഡ് ടാക്സ. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എ ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. പിടികിട്ടിയല്ലോ? പിടികിട്ടിയാ? സിമ്പിളായി എനിക്കറിയാം കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങളൊരു സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുക. സ്റ്റെപ്പ്. ഓക്കേ. അപ്പം ഈ സ്റ്റെപ്പിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് അത് മിക്സഡ് ആയിരിക്കും. ഡിഫറൻസ് ഒരുപാടുള്ള ഒരു വലിയ ഗ്രൂപ്പ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിലിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും കൂടെ ഒരേ സ്വഭാവങ്ങളുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഏറ്റവും ബോട്ടമിൽ വരുമ്പോഴത്തേക്ക് ഒരേ ഫീച്ചേഴ്സ് ഉള്ള ഓർഗാനിസംസ് ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ലിനേൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഓരോ സ്റ്റെപ്പിനെയും എന്തെന്ന് വിളിച്ചു?
ടാക്സ എന്ന് വിളിച്ചു. ഉണ്ടോ? അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പും ഓരോ പിന്നെ ലെവലും അതിന് പറയുന്ന പേരാണ് ടാക്സ. ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. Involves orderly arrangements of animals and plants under successive sets of groups called taxa. That is hierarchical system. Okay. അതിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ, നോക്കിയേ. ഇതിനകത്ത് കാനിസ് ലാറ്ററൻസ് 2 സ്പീഷീസ് വരുന്നുണ്ട്. കാനിസിനകത്ത് കാനിസിൻ്റെ തന്നെയാണ് കാനിസ് ലൂപ്പസ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ യൂക്കാരിയോട്ട് എന്ന് പറയുമ്പോൾ നോക്കിയോ, യൂക്കാരിയോട്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം വരും. അതിൽ നിന്ന് കുറച്ച് ആനിമൽസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതെല്ലാം ചേർന്നിട്ട് ഡൊമൈൻ കഴിഞ്ഞ് കിങ്ഡം ഉണ്ടോ, അനിമേലിയ എന്ന് പറഞ്ഞു. പിന്നെ ആനിമൽസിനകത്ത് വേറെ ചില ഒരേ ഫീച്ചേഴ്സ് ചേർത്തിട്ട് ഒരേ സ്വഭാവങ്ങൾ എടുത്തിട്ട് വീണ്ടും ഒരു സബ് ഗ്രൂപ്പ് എടുത്തു. അതിനെ കോർഡേറ്റ എന്ന് പറയും. ആ ലെവൽ, ആ ടാക്സയുടെ പേര് ഫൈലം. പിന്നെ ആ കോർഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും ഒരേ സ്വഭാവമുള്ള എല്ലാം എടുത്തിട്ട് അടുത്ത ഗ്രൂപ്പ്, അതിനെ ക്ലാസ് എന്ന് പറയും. ആ ലെവൽ, ആ സ്റ്റെപ്പ്, ആ ടാക്സയുടെ പേരാണ് ക്ലാസ്. പിന്നെ മാമൽസിനകത്ത് നിന്ന് പിന്നെയും ഒരേ സ്വഭാവങ്ങളുള്ള കാർണിവോറ. അപ്പോൾ ആ ഒരു ലെവൽ, ആ ടാക്സയുടെ ലെവലിൻ്റെ പേരാണ് ഓർഡർ. അതിൽ നിന്ന് പിന്നെ ഒരേ സ്പീഷീസുകൾ കാനിഡി എന്ന് പറയുന്ന ഫാമിലി. അതിൽ നിന്ന് പിന്നെ കാനിസ്, അങ്ങനെ 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 ഒരേ എത്രയും ഒരേ സ്വഭാവമുള്ളതിനെ എത്രയും മൈന്യൂട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാമോ അത്രയും മൈന്യൂട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്ത് വരുന്ന സിസ്റ്റമാണ് ലിനേൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആ ടാക്സകളുടെ പേരൊന്നുകൂടെ നോക്കാം. ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഉണ്ടോ? അപ്പോൾ ഓരോ ടാക്സ, ഓരോ ലെവലിനും പേരുകളും ഉണ്ട്. ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഓർഗാനിസത്തിനെ, ഈ സ്പീഷീസിനെ എടുത്തുകൊണ്ടാണ് അതിൻ്റെ പേരുകൾ നമ്മൾ യൂക്കാരിയോട്സ്, അനിമേലിയയിൽ വന്ന് കോർഡേറ്റയാണിത്, ഇത് മാമലാണ്, ഇത് കാർണിവോറാണ്, ഇത് കാനിഡേ ഫാമിലിയിൽ വരുന്നതാണ്, കാനിസ് എന്ന് പറയുന്ന ജീനസിൽ വരുന്നതാണ്. പിന്നെ സ്പീഷീസ് ഉണ്ടോ, ആ സ്പീഷീസിൽ തന്നെ 2 വെറൈറ്റിയാണ് അത്. ഉണ്ടോ? സോ ദിസ് ലിനേൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ലാമാർക്ക് ആൻഡ് ഡാർവിൻസ് കോൺട്രിബ്യൂഷൻസ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അതുകൊണ്ട് ചാൾസ് ഡാർവിൻ. അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഷീസ്, ഓരോ സ്പീഷീസ് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് പ്രഷേഴ്സ് ഫ്രം ദി എൻവിയോൺമെൻറ്റ് ഓർ ബിക്കോസ് ഓഫ് സം അതർ റീസൺസ്, പല 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 കാരണങ്ങൾ കൊണ്ട് ഒരു സ്പീഷീസ് തന്നെ പതുക്കെ 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 അതിൽ മാറ്റങ്ങൾ വന്നിട്ട് ഒരു സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവും. പണ്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ജിറാഫിൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും +1 ക്ലാസ്സിലൊക്കെ. ആദ്യത്തെ ജിറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് നീളം കുറവുള്ളതായിരുന്നു. പിന്നെ അതിന് ഉയരമുള്ള മരങ്ങളിൽ നിന്ന് ഇല അല്ലേ, അങ്ങനെ. അപ്പോൾ ആ ചേഞ്ച്, മോഡിഫിക്കേഷൻസ് വന്ന് വേറൊരു സ്പീഷീസായിട്ട് മാറി, വേറൊരു ചേഞ്ച് ഉണ്ടായി. അങ്ങനെ അങ്ങനെ ഡിപ്പെൻസ് അപ്പോൺ ദി നെസസിറ്റി ദാറ്റ് ദേ നീഡ് ടു മീറ്റ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്. അത് വച്ചിട്ടാണ് ഒരു സ്പീഷീസിൽ നിന്ന് പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡേൺ ട്രെൻഡ്സ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in the Benz.